അയ്യോ എന്നാ പിള്ളേരെ നിങ്ങൾ അങ്ങനെ നോക്കുന്നേ? അയ്യോ കർത്താവ് ഇതന്നെ പള്ളിപ്പെരുന്നാളാ. കരവള്ളി പോകുമ്പോ കറമ്പോ അസൂയടാ നിനക്ക്. കരവള്ളി പോവാ. പിന്നെ പോടാ. ഈ കൂളിംഗ് ഗ്ലാസ് കൂടി വെച്ചേ കൊള്ളാവും നോക്കട്ടെ. അത്ര അടുത്ത് വൃത്തിയാണ് മാർക്കറ്റ്. കത്രീനാമ്മ പഠിക്കാൻ പോകുന്നേ. പിശുക്കി കത്രീനാമ്മ കോളേജിൽ ചേർന്നേ. വേഗം വാ, ഇന്ന് അവളെ ശരിയാക്കിയിട്ട് തന്നെ കാര്യം. കാശിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഒരു പങ്ക് കിട്ടുമല്ലോ ഒന്നും വെച്ച് ഞാൻ കൂട്ടു നിന്നതാ. അച്ഛൻ പറഞ്ഞപ്പോഴല്ലോ കാര്യം മനസ്സിലായത്. എന്റെ പേടി അവളെങ്ങാൻ എന്നോട് പുറം പിടിച്ചോ ചോദിക്കും. ചോദിക്കും കണിശമായിട്ട് എങ്കിലും വിടാൻ പറ്റില്ലല്ലോ. ഓ കൊട്ടും പാട്ടും. നിർത്ത നീ എന്താ കടുവ കളിക്ക് പോവുകയാണോ? കോളേജിൽ പോവച്ചോ? നിനക്കിതെല്ലാം പറ്റി കണ്ട പൂഞ്ഞാന്റെ പിള്ളേരുടെ വാക്കി കേട്ട് വേഷവും കേട്ട് ഇറങ്ങിയിരിക്കുകയാണോ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാച്ചോ. അമ്മായി നിർബന്ധിച്ച് കോളേജിൽ പോയി പഠിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അച്ഛാ. അയ്യോ അച്ഛാ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇതേതായാലും നിനക്ക് ചേർന്ന പണിയല്ല. അതെന്നാച്ചോ പ്രായമായ പിന്നെ പഠിക്കാൻ മേലാന്ന് മാർപ്പാപ്പ ഇടയിലേഖനം പുറപ്പെടുവിച്ചിട്ടുണ്ടോ? അത്രനെ വേണ്ട, തീക്കളിയായത്. അച്ഛൻ പേടിക്കണ്ടച്ചോ, എനിക്കൊരു കുഴപ്പം പറ്റിയല്ല. നിനക്ക് പറ്റിയിട്ടല്ല, നീ ആയിട്ട് കോളേജ് നശിപ്പിക്കുമല്ലോ എന്നാ എന്റെ പേടി. അച്ഛോ എനിക്കൊന്ന് കുമ്പസരിക്കണം. ഓ. തൊടുപുഴ കുഞ്ഞാപ്പൂ നീ ആയി നിന്റെ പാടായി. അമ്മായി അതെ കോളേജിൽ പോയതാൽ ഇംഗ്ലീഷ് പഠിച്ചു. ഞാനില്ല സാക്ഷരതാക്കാര് പഠിച്ച പണി 18 നോക്കിയിട്ടും ഈ കൊച്ചു ദ്രശ ഒരക്ഷരം പഠിച്ചില്ല. പിന്നെ നീ പൊടി നീ പോയി പഠിക്ക. അച്ഛോ ഞാനും വരുന്നച്ചോ, അവിടെ നിക്കച്ചോ. എങ്ങനുണ്ട് മമ്മി? ഇതാണ് കോളേജ്. ആൽബി മമ്മിയെ ഇൻസൾട്ട് ചെയ്യരുത്. ഒരു പാട്ട് പാടണം. നമ്മൾ തമ്മിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതുവരെയും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ ഉറപ്പായിട്ടും പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യും. നീ പോയി കംപ്ലൈന്റ് ചെയ്യടി. ഓടി. അയ്യോ വേണ്ട പാട്ട് വേണ്ടെന്ന്. എന്തായാലും പാട്ട് പാടിയിട്ട് പോയാ മതി. അയ്യോ മുട്ട് വരയ്ക്കുന്നടാ. എന്നാടാ പണ്ടത്തെ പോലെ ഇപ്പം ധൈര്യമില്ലടാ. കത്രീനമ്മ പാട്ട് പാടും. കത്രീനമ്മ നന്നായിട്ട് പള്ളിപ്പാട്ട് പാടും. കഴിഞ്ഞ ഭരണിക്ക് കൂടി പാടിയാണ്. എടാ ഒത്തിരി പേര് ഇത് പാടുന്നല്ലോ, ഒറ്റയ്ക്ക് പാടാൻ പറ്റിയല്ലോ. വെറ്റിപ്പാട്ട് ചേച്ചി രാമകഥ. അയ്യോ എന്നാടാ അത് സോരമൊക്കെ ഞാൻ മറന്നു കിടക്കുവാ. ഞാൻ ഓർമ്മിപ്പിക്കാം. ഓർമ്മിപ്പിക്കണേ. നീ താളം അടിച്ചോണേ. എല്ലാരും താളം പിടിക്കണേ പ്ലീസ്. പിടിച്ചോ. രാമകഥ ഗാനലയ മംഗളമൻ തമ്പുരുവിൽ പറയുക സാഗരമേ സുതരേ സാഗരമേ സാകേതം പാടുകയായി ഹേ രാമ. എന്റെ രാമ ശരിയായടാ. പ്രിയമുള്ളവരെ, സാധകത്തിന്റെ കുറച്ച് കുറവുള്ളതിന്റെ പേരില് സൗണ്ടിന് കുറച്ച് അടവുണ്ട്. എങ്കിലും രാമൻ അടിച്ച് പൊളിച്ച് ഷഡ്ജം പോയി കിടക്കുവാടാ. ഞാൻ പറഞ്ഞത് 2-3 ബാക്കിൽ ഷർട്ട് കയറ്റി വണ്ടിയിടാൻ കേട്ടില്ലാരും. ഇപ്പൊ പറഞ്ഞിട്ട് എന്താ പറഞ്ഞിട്ട് കാര്യം? എടാ ഈ പിള്ളേരെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അവർ നല്ലോണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എനിക്ക് കൊച്ചിലെ സ്കൂളിൽ പ്രൈസ് കിട്ടിയതൊക്കെ ഇങ്ങനെ പുറത്തോട്ട് തേട്ടി വരുന്നടാ. നമുക്ക് ഡാൻസ് ചെയ്താലോ? മറ്റേ കപ്പ് കിട്ടി ഡാൻസ്. ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നു കാട്ടൂലെ മിന്നണതെന്താണയ്യണിപ്പൊന്മാല. ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നു കാട്ടൂലെ മിന്നണതെന്താണ്. ഗുഡ് മോർണിംഗ് സർ. ഗ്ലാസ് എടുക്ക. ഞാൻ പഠിക്കാൻ വന്നതാ. ക്ലാസ് അമ്മയ്ക്ക് മകൾ ലോക്കൽ ഗാർഡിയനായി വരുന്നത് ലോകത്തിലെ ആദ്യ സംഭവമാണ്. കത്രീനെ പിള്ളേരൊന്ന് വരട്ടാൻ നോക്കിയല്ലേ. റാഗിങ് പാടില്ലെന്ന് നിയമമുള്ളതാ. ബോർഡ് വരെ എഴുതി തൂക്കിയിട്ടുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? തല തിരിഞ്ഞത് തിരിഞ്ഞേയിരിക്കും. കുഴപ്പമൊന്നുമില്ല സാർ, നല്ല രസമുണ്ടായിരുന്നു. രസമുണ്ടെന്ന് കരുതി ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. ഇല്ല സാർ. താൻ നോക്കിക്കണ്ട് നിന്നോണം. പരിഹസിക്കുന്നവർക്ക് നല്ല മാർക്ക് വാങ്ങി മറുപടി കൊടുക്കണം. ഒരു പ്രായം കഴിഞ്ഞ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കത്രീന ഒരു മാതൃകയായിരിക്കും. ശരി സാർ. പിന്നെ ഈ വേഷം കിട്ടുന്ന ഒഴിവാക്കണം. ഒഴിവാക്കാൻ സാർ. ശരി. ഞാൻ ലോക്കൽ ഗാർഡിയനോട് പറയാ, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ താനായിരിക്കും ഉത്തരവാദി. ഒരു കുഴപ്പമില്ല സാർ. കളഞ്ഞു. രാമകഥ പാട്ട് കേട്ടവന്മാര് നാണിച്ചു പോയെന്നാണ് പിള്ളേര് പറയുന്നത്. ഫോട്ടോയും കിട്ടി. ഇപ്പൊ എടുത്തത്. ഇതാണ് കോളേജ്. സാന്ദ്രയുടെ മമ്മിയല്ലേ? സിസ്റ്ററാ.
രണ്ട് photo. ഒന്നിങ്ങോട്ട് വന്നേ. ഈ പടത്തിന് എന്നാ വില? ഒരെണ്ണം 8 രൂപയാകും. എന്റെ ഉണ്ണീശോയെ, ഈ ഡൂക്കിന് പഴത്തിന് 8 രൂപയോ? താഴോട്ട് വരുമ്പോ വില കൂടും. എന്റെ കത്രീന കുട്ടി കിലോയ്ക്ക് 45 രൂപ വെച്ച് പച്ചക്ക വാങ്ങിച്ച് പഴിപ്പിക്കുന്നതാ. ഇതിലും മുഴുപ്പുള്ള കിലോയ്ക്ക് 35 രൂപയ്ക്ക് ഞാൻ കൊണ്ടുവന്ന് ഇറക്കി തരാം. എന്താ സംശയം? കിലോയ്ക്ക് 40 വെച്ച് ഞാൻ തരാം. ആഴ്ചയിൽ 100 കിലോ വെച്ച് ഇറക്കിക്കോ. വാക്കുറപ്പിച്ചല്ലോ. ബീരാനൊരു വാക്ക് പറഞ്ഞ വാക്കാണ്. എനിക്ക് എന്താന്ന് വെച്ചാലേ നമ്മളൊരു വാക്ക് എന്നോടി ഇവിടെ പഠിക്കാൻ വന്നതോ അതോ കച്ചവടത്തിന് വന്നതോ? എന്റെ വണ്ടിക്കൂലിക്കുള്ള കാശ് ഞാൻ ഒപ്പിച്ചെടുത്തോളാം. നീ ഇതിൽ ഇടപെടണ്ട, വൃത്തി കട്ടവളെ. പിന്നെ പടവലം, പാവല്, കോവല്, കാച്ചില്, ചേന, ചേമ്പ്, കപ്പ, മത്തങ്ങ, അച്ചിങ്ങ, വഴുതനം, തക്കാളി, പച്ചമുളക് എന്നാന്ന് വെച്ചാൽ മലക്കറി കൊണ്ടും തട്ടിയേക്കാം. പ്രധാനപ്പെട്ട കാര്യം ജൈവ പശുവിന്റെ 20 ലിറ്റർ പാലെങ്കിലും മേടിക്കണം. എന്നാ പറയുന്നു? ചാണകം കുഴിവെട്ടി ഇവിടെ തട്ടിയ ബയോഗ്യാസ് എല്ലാത്തിനും എളുപ്പമുണ്ട്. സർക്കാരിന്റെ പാചകവാതകത്തെ നമ്മൾ വിശ്വസിക്കരുത് കേട്ടോ. വന്നേ. ഇപ്പൊ വരെ അവള് വിളിക്കുന്നു. മനുഷ്യന്റെ നാണം കെടുത്താനായിട്ട് മതി കച്ചവടം. എന്നടി നിനക്ക് നാണക്കേട്? വിഷമരുന്നടിച്ച പച്ചക്കറി ഇന്നോണ്ടിരുന്നവർക്ക് ജൈവ വിളവിട്ട നല്ല പച്ചക്കറി ഇല്ലയോ കൊടുക്കുന്നേ? ഉപകാരം ഇല്ലയോ? അതിന് കൃഷി ചെയ്യുന്നതിന്റെ ചെറിയ ചെറിയ തക്കാപ്പിച്ച ചെലവൊക്കെ ഞാൻ മേടിക്കുന്ന അത്രേ ഉള്ളൂ. വിദേശത്ത് പഠിക്കുന്ന പിള്ളേര് പഠിക്കുന്നതിനോടൊപ്പം പണിയെടുക്കൂടെ ചെയ്യും. അല്ല നിങ്ങളെ പോലെ തന്തേം തള്ളയെടുത്തും ഇത് മേടിച്ചതാ അത് മേടിച്ചതാ എന്നൊന്നും പറയാറില്ല. പിള്ളേരായാൽ നല്ല ഉത്തരവാ. അയ്യോ, ഇതുങ്ങൾ എന്നാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? അതെന്നാ അവിടെ? അത് ലവേഴ്സ് കോർണർ. എന്നത്? ആ, എന്നാ പിള്ളേരെ നിങ്ങളെല്ലാരും എന്നെ നോക്കി ചിരിക്കുന്നേ? ഓ, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു മനുഷ്യക്കാലത്തെ കണ്ടിട്ടില്ലേ? എന്നാടി എന്നാടാ ഇളിക്കുന്നേ? നിന്റെ ഇളി ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. അടങ്ങി ഒതുങ്ങി മര്യാദക്ക് പഠിച്ചോണം. ഞാൻ പഠിക്കാൻ മാത്രം വന്നതല്ല, നിങ്ങളെല്ലാരെയും മര്യാദ പഠിപ്പിക്കാൻ പ്രിൻസിപ്പൾ എനിക്ക് പൂർണ്ണ അധികാരം തന്നിട്ടുണ്ട്. ചേച്ചി, ചേച്ചിയുടെ പാട്ടുഗ്രൻ ഒന്നുകൂടെ പാടണം. നിനക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടോ? പിന്നെന്താ, പാടാലോ. രാമകഥ ഗാനലയം മംഗളമൻ തമ്പുരുവിൽ പറയുക സാഗരമേ, ശ്രുതിലയ സാഗരമേ, സാഗേതം. ഇതെന്താ കാളച്ചന്തയോ? ടീച്ചർ ഈ ചേച്ചി അവിടെ അയ്യോ. എടി റോസക്കുട്ടി, റോസക്കുട്ടി, എടി റോസക്കുട്ടി, എന്നെ മനസ്സിലായില്ലേടി? ഞാനാ പുത്തമ്പരക്കല കത്രീന. നിനക്ക് ഒരു മാറ്റവും ഇല്ലടി. പണ്ടത്തെ പോലെ തന്നെ പിള്ളേരെ നിങ്ങൾക്കറിയാവോ, സ്കൂളിൽ ഞാനോളും ഒറ്റ ബെഞ്ചിരുന്ന് പഠിച്ചതാ. നിങ്ങൾ പഠിക്കാൻ വന്നാണോ? ആണടി, ഇപ്പഴാ പഠിക്കണമെന്ന് ആഗ്രഹം വന്നേ. എടിയല്ല, ടീച്ചർ, റോസ്കുട്ടി ടീച്ചർ. Go to your seat. അയ്യോ, ഇംഗ്ലീഷ് പറയുന്നു. മൂക്കില് പല്ലു മുളയ്ക്കുമ്പോ പഠിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളും പണ്ടാരങ്ങള്. ശരിയാ, ഞാൻ മൂക്കി പല്ല് വന്നതിന് ശേഷം പഠിക്കാൻ വന്നേ. പക്ഷെ ഇവള് പല്ല് വന്ന കാലം തൊട്ടേ വണ്ടി എന്ന് വെച്ചാൽ മരവണ്ടിയാ. പിള്ളേച്ചെന്ന് എഴുതിയ പള്ളിയിലെ ചെന്ന് വായിക്കും. കാഞ്ഞിരപ്പള്ളിന് എഴുതിപ്പോണ്ടല്ലോ, കുഞ്ഞിരാമ്പിള്ളി എന്ന് വായിച്ച് മാഷി തലക്കിഴി കൊടുത്തു. 10ാം ക്ലാസ്സിൽ കോപ്പി അടിച്ചതിന് 3 വട്ടത്തേക്കാ ഡീബാർ ചെയ്ത് കളഞ്ഞത്. അയ്യോ എന്റെ കർത്താവേ, ഒന്നും പറയണ്ട. പിന്നെ എങ്ങനെ ഡിറോസോട്ട് നീ ടീച്ചറായേ? കാശോട്ടെ എന്നല്ലാവാ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു അധ്യാപികയെ സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ച് ഹരാസ് ചെയ്യാൻ കുട്ടിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? വന്നപ്പോ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല. വെറുതെ അല്ല മനു പറഞ്ഞത്, നസ്ത്രീ സ്വന്തം അർഹതി. സാർ, മനുവിന് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞാൽ മതി സാർ. എന്റെ അവസ്ഥ സാർ ആലോചിക്കണം. പിതൃരക്ഷതി കൗമാരെ, ഭർത്തൃരക്ഷതി യൗവനെ, പുത്രരക്ഷതി വാർദ്ധക്യ, സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി ഇതാണ് സാർ. എനിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? പടപൊരുതി ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് സാർ. ഒറ്റക്കാണോ? സാർ അതിന് പേടിക്കണ്ട സാർ. ഒരു 10-15 പേരുടെ ധൈര്യം എനിക്കുണ്ട്. കൂടുതൽ ഓവർ സ്മാർട്ട് ആവണ്ട. ആണായാൽ ആണിന് അടക്കം വേണം, പെണ്ണായ പെണ്ണിന് ഒതുക്കം വേണം. അങ്കുശമില്ലാത്ത ജാബല്യമേ മണ്ണിൽ അങ്ങനെ എന്ന് വിളിക്കുന്നതിന് ഞാൻ ഓർമ്മയുണ്ടോ? സാർ സാർ സാർ, വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം സാർ. അമ്പുകൊണ്ടുള്ള വ്രണം കാലത്താൽ നികന്നിടും, കൊമ്പുകൾ കണ്ടിച്ചാലും പാദപം കിളിർത്തിയിടും, കാട്ടുതീ വന്നാൽ വനം പിന്നെയും തളർത്തിയിടും. പക്ഷേ കേട്ടുകൂടാ വാക്കാം ആയുധം പ്രയോഗിച്ചാൽ. കർണങ്ങൾക്കകം മുക്ക് പുണ്ണായാൽ അത് പിന്നെ പൂർണ്ണമായി ശമിക്കയിലൊട്ടുന്നാൽ ചെന്നാൽ പിടിച്ചല്ലോ. ആരെഴുതിയതാ? കുഞ്ചൻ. സിനിമാടൻ കുഞ്ചനോ? കുഞ്ചൻ നമ്പേരാണ് സാർ. എന്തൊരു എൻസൈക്ലോപീഡിയ, എന്തൊരു വിജ്ഞാനം.
കുട്ടി ഒരു വിജ്ഞാന കോശിയാണ്. കുട്ടിയെ ഞാൻ തെറ്റിദ്ധരിച്ചു. കുട്ടിയിൽ നിന്ന് എനിക്ക് പലതും പഠിക്കാനുണ്ട്. എന്നാ ഞാൻ പോട്ടെ സാർ. ധൃതിയാണെങ്കിൽ കുട്ടി ഇപ്പൊ പോയിക്കോളൂ. നമുക്കിനി സ്ഥിരമായിട്ട് കാണാനുള്ളതല്ലേ. കാണില്ലേ? അപ്പൊ ശരി. റോസക്കുട്ടി, ഞാൻ നിന്നെ കാത്ത് ഇവിടെ നിൽക്കുമായിരുന്നു. എന്തിനാ? അന്ന് ക്ലാസ്സിൽ നടന്നതിനൊക്കെ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ പ്രായവും പഠിയൊക്കെ ആയെങ്കിലും ആ പിള്ളേരുടെ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. നീ ഒന്ന് പറഞ്ഞപ്പോൾ തിരിച്ചെനിക്കും പറയണമെന്ന് തോന്നി. മനഃപൂർവ്വം അല്ല കേട്ടോ. മനഃപൂർവ്വം തന്നെയാ. കുട്ടിക്കാലം മുതൽ നീ എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ക്ലാസ്സിലെപ്പോഴും നീ മിടിക്കുകയും ഞാൻ മണ്ടിയും. എന്നെ പരീക്ഷയിൽ നിന്ന് ഡീബാർ ചെയ്യാൻ തന്നെ കാരണക്കാരി നീയാ. അന്ന് മുതൽ നിന്നോടുള്ള പകയാ എന്നെ ഇവിടം വരെ എത്തിച്ചത്. പക്ഷേ ഇവിടെയും നീ എന്നെ തോപ്പിക്കാൻ ശ്രമിക്കാം. എന്നാ റോസക്കുട്ടി ഇത്? പണ്ടത്തെ ആ ചൊരുക്ക് നിനക്ക് ഇപ്പോഴും ഉണ്ടോ? ഉണ്ടടി, പണ്ടത്തെ ചൊരുക്ക് എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്റെ റോസക്കുട്ടി. റോസക്കുട്ടി പഴയ സ്വാതന്ത്ര്യം വെച്ച് റോസക്കുട്ടി റീസക്കുട്ടി എന്ന് വിളിച്ചാലുണ്ടല്ലോ, ഞാൻ പ്രിൻസിപ്പളോട് കംപ്ലൈന്റ് ചെയ്യും. പറഞ്ഞേക്കാം. വയസ്സുകാലത്ത് ഓരോ പളസോട്ട് ഇറങ്ങിക്കോളും പഠിക്കാനാന്നും പറഞ്ഞു. സാർ 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 ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. സാർ ഒത്തിരി സ്ഥലം അവിടെ വെറുതെ കിടക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും കൃഷി ചെയ്യാൻ മേലെ? അതിനൊക്കെ ആർക്കാ നേരം? സമയം ഉണ്ടാക്കി ഞാൻ ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഓ ആയിക്കോ. അത്രയും മതി സാർ. സാർ പിന്നെ ഒരു കാര്യം കൂടി. പ്രണയമാണെന്ന് പറഞ്ഞ് കുറെ പിള്ളേർ കൊഞ്ചിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു. വീട്ടിൽ ഇരിക്കുന്ന തന്തയുടെയും തള്ളയുടെയും വയറ്റത്ത് തീ കോരിയിടുന്ന ഏർപ്പാട് എന്നതാ സാറേ? കത്രീനക്ക് സാധിക്കുമെങ്കിൽ അത് നിർത്തിക്കോ. സാർ അപ്രൂവ് തന്നു കഴിഞ്ഞല്ലോ. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ? കോളേജിലോ? ഞാനോ? നിക്കണ അവിടെ. അവിടെ നിക്കണോ? ഏടി എന്നെ കൊച്ചേ, നീ ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചായിരുന്നു? എമ്പടെ വയറ് നിറച്ച് ഉണ്ടേന്റെ ഒരു ചിരി. ഈ മിണ്ടാപ്രാണിക്കൊന്നും കൊടുക്കാൻ എന്നടി നിനക്ക്? ഇമ്മണിയാണ് ഞാൻ അങ്ങോട്ട് മാറി നിന്നപ്പം കാടിയുമില്ല പിണ്ണാക്കുമില്ല ഒന്നുമില്ല. ഇക്കണക്കിന് ഞാനെങ്ങാനും ഒരാഴ്ച ഹോസ്റ്റലിൽ പോയി ഇന്നാലേ എന്താവും ഗതി? അവിടെ കിടക്കുന്ന ആ പുല്ല് കണ്ടപ്പോ എന്റെ കണ്ണ് മഞ്ചിപ്പോയി. എല്ലാത്തിനും കൂടെ അഴിച്ചങ്ങ് വിട്ടാലോ എന്ന് തോന്നിയതാ. നാളെ ഒന്ന് ചോദിക്കണം. മമ്മി അവിടെ കൃഷി ഇറക്കാനും മറ്റും പോണ്ട. ഞാനാ മമ്മിയുടെ ലോക്കൽ ഗാർഡിയൻ. എനിക്ക് അവിടുന്ന് തെറിയേക്കാം. ഒരു ലോക്കൽ ഗാർഡിയൻ പാടി പണ അവിടുന്ന്. നല്ല വളക്കൂറുള്ള മണ്ണാ. നല്ലോണം കൃഷി ചെയ്യാൻ പറ്റൂടി. കിട്ടുന്ന കാശ് മുഴുവൻ കത്രീനയുടെ പെട്ടി ഇരിക്കുകയും ചെയ്യും. മമ്മിക്ക് ഒറ്റ വിചാരേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അച്ഛൻ വന്നിരിക്കുന്നു. എന്റെ കർത്താവ് വിശ്വസിച്ചായ ഇന്നെങ്കിലും കാശ് കൊണ്ട് വന്നതായിരിക്കണേ. ഇടേടി നല്ലോണം ഇട്ടു കൊടുക്ക്. എന്തിനാ പിശുക്ക്? കുനിയാൻ മേല അതാ. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ കടം വാങ്ങിച്ച കാശ് മുഴുവൻ കൊണ്ടുവന്ന് തരുന്നതായിട്ട് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതേ ഉള്ളൂ. ഇന്ന് അച്ഛൻ കൃത്യമായിട്ട് എത്തുകയും ചെയ്തു. നീ സ്വപ്നലോകത്താണോ എന്ന് അറിയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. നിനക്ക് എന്നാത്തിന്റെ കുഴപ്പമാ? എന്നാച്ചോ കാര്യം? നീ പഠിക്കാൻ തന്നെയാണോ പോയത്? അച്ഛൻ എന്താ സംശയമുണ്ടോ? ഉണ്ടടി ഉണ്ട്. ദാ എന്നതാണ് ഇത്? ഇതാണോ നിന്റെ പഠിത്തം? അയ്യോ കർത്താവേ, മണിയാറക്കുടയിലെ പീക്കിരിപ്പിള്ളയുടെ മൊബൈലിൽ വരെയായി. കപ്പ്യാര് വർക്കിയ ഇതിലോട്ട് എനിക്ക് കയറ്റി തന്നത്. ഇതിപ്പോ അങ്ങ് ഭക്തിക്കാലം വരെ എത്തിയിട്ടുണ്ടാവും. കർത്താവേ, സംഗതി പോയ പോക്കേ. കൊഞ്ചി കൊഞ്ചി മടുപ്പിക്കാതെ 3.5 വയസ്സായാലും അതിന് മുമ്പ് തുടങ്ങിയെല്ലാം പോയിട്ടാ ക്ലാസ്സിൽ. ചെല്ലങ്ങോട്ട്. ചിത്രേന്നല്ല കൊച്ചുമോനെ, ചുമന്നവനെയാ. അങ്ങ് വാ. കൈ ചരടും കെട്ടിക്കൊണ്ട് രാവിലെ ഇറങ്ങിയിരിക്കുക. നിനക്കെന്നടി ചന്തി കുരു കൊണ്ടോടി? അങ്ങോട്ട് പൊങ്ങടി. ബടാ ഇങ്ങോട്ട് ഇറങ്ങ്. ഇടി പെണ്ണേ, പൂവാവുമ്പോ മാലന്മാര് പുറകെ നടക്കുന്നതേ സാധാരണവാ. നിനക്ക് മാത്രം കിട്ടുന്ന സ്പെഷ്യലാന്ന് വിചാരിച്ചേ ജീവിതം നശിപ്പിക്കല്ലേ. നീ എന്നടാ പെൺപിള്ളേരുടെ പുറകെ പല്ലി കിടിച്ചോണ്ട് നടക്കുന്നേ? പറ്റിക്കാനാണോടാ? പറ്റിക്കാനൊന്നും അല്ല. ഒമ്പടോ, നിന്റെ അപ്പന്റെ പേരെന്നാടാ? എന്നാ പണിയേക്ക്? മേക്കാട്ട് പണി. പാവം നട്ടരിയാണിപ്പറ വെയിലത്ത് നട്ടലൊടിയെ പണിയെടുത്ത് എന്തെല്ലാം പ്രതീക്ഷ നിന്നെ പഠിക്കാൻ അയക്കുന്നേ. നീ ഇവിടെ എന്നാടാ കാണിക്കുന്നേ? എടാ സ്വന്തം കാശ് ഒരു മുട്ടായി എങ്കിലും പെണ്ണിന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന കാലത്ത് ഇതൊക്കെ ചെയ്യാവൂ. ഞങ്ങൾ സീരിയസാ. കല്യാണവും കഴിക്കും. സീരിയസ് ആണോടാ? നേരത്തെ പറയണ്ടായിരുന്നോ? ഞാൻ എത്ര വേസ്റ്റ് ആക്കിയ സമയം. വാ വാ വാ, നമുക്ക് രജിസ്റ്റർ ഓഫീസിലോട്ട് പോവാം. ഉടനെ കല്യാണം കഴിക്കാം. വാ മോളെ, ഞാൻ സാക്ഷി. എല്ലാ ചെലവും എന്റെയാ. എന്തിയേ? പുക പോലെ മാഞ്ഞു പോയി അവന്റെ ഒരു പ്രണയം. എന്താ ബിരാനക്കാ? സാധനങ്ങളൊക്കെ നല്ല ഫ്രഷ് അല്ലായിരുന്നു? അതിനെ പറ്റി ജൈവപാലാണെന്ന് പറഞ്ഞ എന്നാ സാധന കൊടുത്തു വിട്ടതി? എന്നാ പറ്റി? ഛർദിയും തൂറ്റലുമായിട്ട് പിള്ളേർ ഓരോന്നിന് ആശുപത്രി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പഠനോനെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കുമെന്ന എന്റെ പേടി. വാ പൊളിക്കണ്ട. ഇനി ഇത്തരം സാധനങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. പിള്ളേര് കാര്യം കണ്ടറിഞ്ഞ് തകർത്തെന്നാണ് തോന്നുന്നത്. പശുവും പാലിന് പകരം റബ്ബർ പാലിന്റെ കന്നാസെടുത്ത് മാറ്റി വെച്ച ആരാടാ? ഞാനല്ല റബ്ബർ പാലിന്റെ കന്നാസ് എടുത്ത് വെച്ചത്, അന്നാമ്മയാ. നന്നായി കന്നാസ് മാറിയത്. ഇനി ലോഡ് വണ്ടി കോളേജിൽ പോകണ്ടല്ലോ. എടാ 1-2 രൂപയിൽ എനിക്ക് നഷ്ടപ്പെട്ടത്. 2-3 വർഷത്തെ കോൺട്രാക്ട് ആണ്. നിന്നെ കൊല്ലുവിടാ. വെറും പോത്താടാ നീ. കത്രീന എന്നെ വിളിച്ചായിരുന്നു. അയ്യോ
സാറിനല്ല സാർ, ഈ പോത്തിനെയാ, ഈ വിവരം കെട്ടവൻ. അതെ, കത്രീന എന്നെ സാറിന് വിളിക്കണ്ട, പോത്തെന്ന് വിളിച്ചാ മതി. കുഞ്ഞമ്മണി എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചിരുന്നത്. സാറെന്താ സാർ വല്ലാതിരിക്കുന്നേ? ഞാൻ ആസ്പത്രിയിൽ നിന്ന് വരുന്ന വഴിയാ. എന്നാ പറ്റി സാർ? കത്രീനയുടെ ജൈവ പശുവിന്റെ പാലാണ് ക്യാൻറ്റീനിൽ നിന്ന് കേട്ട് ഓടിച്ചത്. കത്രീനയോടുള്ള കറ തീർന്ന സ്നേഹം കൊണ്ടാവാം ഒരു ചായക്ക് പകരം നിന്ന നിപ്പിന് 3 ചായ കുടിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. പിന്നെ ഇതുവരെ നിന്നിട്ടില്ല. എന്താ സാർ? ചോർച്ച. എന്റെ അവസ്ഥ ഇപ്പം മുല്ലപ്പെരിയാർ കണക്കാ. ഒരു പറ്റം ഡോക്ടർമാർ പറയുന്നു ഈ ചോർച്ച ഗുരുതരമാണെന്ന്. കുഞ്ഞുരാമൻ വൈദ്യര് പറയുന്നു ചോരുന്നിടത്തോളം ചോരട്ടെ, ഈ ശോഭന ആരോഗ്യത്തിന് നല്ലതാണെന്ന്. സാർ പേടിക്കണ്ട സാർ, ഒന്നും സംഭവിക്കില്ല സാർ. വൈകിട്ട് നാഴിപ്പാല് ഞാൻ തന്നെ കൊടുത്തു. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ 19 ശോഭന കഴിഞ്ഞ് ഇനി ശോഭിക്കാൻ എനിക്ക് വയ്യ. ഞാൻ പോട്ടെ. അല്ല കത്രീനാമേ, ഏതാ ഈ ശോഭന? ശോഭിക്കാൻ വയ്യാതെ അവശനായിട്ട് നടന്ന് പോകുന്ന ശോഭന അല്ലടാ മഞ്ജു വാര്യർ. നീ എന്താണ് കരുതിയത്? സൽമയെ പറ്റിക്കാന്നോ? നീയൊക്കെ അവളുടെ ഗ്യാങ്ങാണല്ലേ? ഞാനിവിടെ കുറച്ച് നാളില്ലാതിരുന്ന അങ്ങ് മുതലെടുത്തു അല്ലേടി? സൽമ വിട്, കാര്യം നമ്മൾ 2 ഗ്യാങ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഒന്നിച്ച് ഇവളെയല്ല, മറ്റവളുടെ മോളെ നമുക്ക് ആവശ്യം. വാ. വിചാരിച്ചത് വിടടി എന്നെ, അനങ്ങരുത്. നിന്റെ തള്ളയല്ലേ റാഗിങ്ങിനെതിരെ? ഞാൻ നിന്നെ റാഗ് ചെയ്യാൻ പോവാ. ഞാൻ ഇവളുടെ കല്യാണം നടത്താൻ പോവാ. വരൻ നമ്മുടെ ആൽബി എബ്രഹാം. കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതി. ഓ, ഇതാണോ പുതിയ അവതാരം? ഞാൻ കുറച്ചു നാൾ ഇവിടെ ഇല്ലായിരുന്നു, അതാ പരിചയപ്പെടാൻ താമസിച്ചത്. ഹൗ ഡു യു? എന്തായാലും തക്ക സമയത്ത് വന്നത് നന്നായി. ഈ നിൽക്കുന്ന ആൽബിക്ക് ഇവളെ കല്യാണം കഴിക്കാൻ ഒരു ആശ. ഹലോ, ഞാനതങ്ങ് നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു. എന്റെ കർത്താവ്, ഒരു പെങ്കൊച്ചിന്റെ കല്യാണം നടത്താൻ എന്നാ ചെലവാന്ന വിചാരം? ബന്ധുക്കളായിട്ട് ഒരു കുപ്പിടി പടയുണ്ട്, ഒരുത്തനും ചിന്തയില്ല കേട്ടോ. അച്ഛൻ കുച്ചൻ കൊച്ചച്ഛൻ കണാരന്മാർ എത്ര പേരുണ്ട്? പലരും ഇതുവല്ലോ പറഞ്ഞോ? പള്ളി പാതിരി പട്ടക്കാരി വേറെ. പിന്നെയോ പൊന്ന് പണം പൊരയിടം പായസം അടക്കം സദ്യ കൊടുക്കണം. ഇക്കണ്ട മാളവരെയൊക്കെ വിളിച്ചു കൂട്ടണം. വണ്ടി കാശ് എത്രയാവൂടാ? ഒരു പെൺകൊച്ചിതൊന്നുമില്ലാതെ കല്യാണം നടത്താമെന്ന് പറയുമ്പോ നിനക്കെന്നാ എന്റെ വേദന ഒന്നും അറിയാൻ വയ്യാത്ത? ഏടാ, എന്റെ പേര് പിശുക്ക കത്രീനാ. പക്ഷെ ഞാൻ കൊടുക്കും കേട്ടോ, തിരിച്ചതുപോലെ കൊടുക്കും. ബ്രോക്കർ ഫീസ് എന്റെ മോള് മേടിക്കണം. മേടിക്കാതിരിക്കരുത് കേട്ടോ. മേടിക്കണം, മേടിക്കും മോളെ, മേടിക്കണം, മേടിക്കണം. ഇങ്ങോട്ട് വാടി എടി. 19 വയസ്സ് പോലെ കാളയെ പശുവിനെ കെട്ടുന്ന കൈയാടിയത്. എന്നടി നീ ഞെളിപ്പരി കൊള്ളുന്നേ? നീ ഇവിടെ കുട്ടികളെ കൊട്ടേഷന്റെ പേരും പറഞ്ഞ് പേടിപ്പിക്കുന്നത് കേട്ടല്ലോടി. നടക്കത്തില്ലടി അത്, നടക്കത്തില്ലടി, നടക്കത്തില്ല.